ഇവിടെ ഈ കാണുന്ന വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലൂടെ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. ഒരു ബോക്സി ഡിസൈൻ തന്നെയാണ്. അതിന് മുകളിലായിട്ട് ആ ഒരു ഹെയർ ഷേപ്പ് ഡിസൈനും കൊടുത്തിരിക്കുന്നു. ഇനി നേരെ കയറി വരുന്നത് ഇവിടെയായിട്ട് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് ഒരു വാഹനം കൂടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്, വലിയ വാഹനം തന്നെ സുഖമായിട്ടും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ ഇതിൽ കാണുന്ന ഓപ്പൺ കിച്ചൺസിന് നമ്മളൊരു സെർവ് ഏരിയ അല്ലെ ഡൈനിങ് ഏരിയയിലേക്കുള്ള ഒരു എൻട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഭാഗമൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെയായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഒറ്റ പാളികളുടെ ജനാല, സാധാരണ ഇതിൽ 2 പാളികളുടെ 3 പാളികളുടെ ഒക്കെ ജനാലകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷെ ഇവിടെ ഫ്ലോറിംഗിൽ ഉപയോഗിക്കുന്ന ആ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് ഈ ഒരു ഭാഗത്തായി കൊടുത്തിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു ഫിനിഷിങ് മറ്റു കാര്യങ്ങളൊക്കെ വരും. ലിവിംഗ് ഏരിയയുടെ അത്രയൊന്നും ഡൈനിങ് ഏരിയ സ്പേസ് കിട്ടാറില്ല. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ലിവിംഗ് ഏരിയകൾ കൂടുതൽ സ്പേസ് നമ്മുടെ ഡൈനിങ് ഏരിയക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ മഴയും പ്രളയവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും അതൊക്കെ കെട്ടടങ്ങിയിരിക്കുന്നു. എല്ലാവരും പതിയെ പതിയെ നിത്യജീവിതത്തിലേക്ക് മറ്റോ കടന്നുകൊണ്ടിരിക്കുന്നു. പ്രളയമൊക്കെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഈ ഒരു പ്രളയം എന്നുള്ള കാര്യം ഉടൻ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഡാം പൊട്ടിയിട്ട് ഡാം പൊട്ടി തകരാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. വിദേശികളുടെ പഠനവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള മാധ്യമങ്ങളിലൊന്നും ഇതിന്റെ വാർത്തകളൊന്നും വരുന്നില്ല. അതെല്ലാം മൺമറഞ്ഞു പോയിരിക്കുന്നു. എന്തായാലും ഈ ഒരു ഡാം പൊളിച്ചു മാറ്റി പണിയണമെന്നൊക്കെ പലരും പറയുന്നുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റിൽ പറയാം. സ്റ്റാർട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടുമടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയ്ക്കടുത്ത് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് കേട്ടോ. ഇവിടെ ഈ കാണുന്ന വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞാൽ, ഇത് കുഞ്ചാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് ആലുവയിലേക്ക് ഏകദേശം 6.1 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 13 കിലോമീറ്റർ ആണ് എടപ്പള്ളിയിലേക്കുള്ള ദൂരം. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടേക്കും ഏകദേശം 13 കിലോമീറ്റർ ഇവിടെ നിന്ന് ദൂരമുണ്ട്. അപ്പോൾ ഈ വീടിന്റെ കാര്യം പറഞ്ഞാൽ 3.25 സെന്റിനകത്തായിട്ട് 1750 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം ഉള്ള വീടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലൂടെ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ. അതായത് ഫ്രണ്ടിൽ ടാർ റോഡ് വരുന്ന റോഡ് തന്നെയാണ് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ചുറ്റുമതിലൊക്കെ നോക്കാം. ചുറ്റുമതിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 2-way LED ലൈറ്റും ഈ ഒരു മതിലിന്റെ മുകളിലായിട്ട് ചെടികളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റും. പിന്നെ മതിലിന്റെ മുകളിൽ നല്ല ഭംഗിയുള്ള ഒരു LED ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ തൂണിന്റെ മുകളിലായിട്ടൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമ്മളുടെ ഗേറ്റിന്റെ കാര്യം നോക്കിയാൽ ജിയുടെ സ്ക്വയർ ട്യൂബും അതിന് MS ഷീറ്റിനകത്ത് CNC കട്ടിങ് വരുന്ന ആ ഒരു വൈറ്റ് പോർഷൻ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഈ ഒരു ഫ്രണ്ട് ഗേറ്റിന് കൊടുത്തേക്കുന്നത്. ഗേറ്റിന്റെ കാര്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഈ ഒരു വശത്തേക്ക് തുറക്കാവുന്നതും മറുഭാഗം ഈ ഒരു ഭൂരിപക്ഷം വരുന്ന ഈ ഒരു ഭാഗത്തെ നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്നതുമായിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ഗേറ്റിനെ ഇവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻടു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇനി നമുക്ക് നേരെ ഈ ഒരു വീടിന്റെ ആ ഒരു ഫ്രണ്ട് ലുക്കിലേക്ക് ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഡിസൈനിലേക്ക് നമുക്ക് നോക്കാം. സാധാരണ നോർമൽ നമ്മൾ കണ്ടുവരുന്ന തരത്തിലുള്ള ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഒരു ബോക്സി ഡിസൈൻ തന്നെയാണ്. അതിന് മുകളിലായിട്ട് ആ ഒരു ഹെയർ ഷേപ്പ് ഡിസൈനും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ഏകദേശം 2-3 വർഷമായിട്ടുള്ള ഒരു ട്രെൻഡിങ് ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഡിസൈൻ. അപ്പോൾ അത്യാവശ്യം ഒരു പർഗോള ഡിസൈൻസും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നു. ധാരാളം LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. 4-way LED ലൈറ്റ്, കോൺവെക്സ് ലൈറ്റുകളായാലും മറ്റനേകം ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കളർ കോമ്പിനേഷനാണ് ഇവിടെ ആ ഒരു പെയിന്റ് തീം അവർ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫ്രണ്ടിലായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത്. ആ കളർ കോമ്പിനേഷൻ മറ്റു കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഇന്റർലോക്ക് ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു പാവിംഗ് ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഇടഭാഗങ്ങളായിട്ടെല്ലാം പ്ലാസ്റ്റിക്കിന്റെ പുല്ലുകൾ വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ വിരിച്ചിരിക്കുന്നു. ഇനി നേരെ കയറി വരുന്നത് ഇവിടെയായിട്ട് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ആണ്. അത്യാവശ്യം വലിയൊരു വാഹനം ഇവിടെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു പർഗോളകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പർഗോളയുടെ ഈ ഒരു ഭാഗമെല്ലാം ഫ്രെയിം എല്ലാം മൾട്ടിവുഡ് വെച്ചാണ് ഇവർ ചെയ്തേക്കുന്നത്.
ഇലക്ട്രിക് വാഹനങ്ങളും മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാർജ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ഇവിടെ ഒരു പവർ പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മളുടെ തൂണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ടാണ് ഈ ഒരു തൂണുകളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന, ടെക്സ്ചർ വർക്കൊന്നുമല്ല. അതേപോലെ തന്നെ ഈ ഒരു കോർണർ ഭാഗങ്ങളിലായിട്ടെല്ലാം ഗ്രാനൈറ്റിന്റെ പീസുകളും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വീടും ചുറ്റുമതിലുമായിട്ട് അത്യാവശ്യം നല്ല ഗ്യാപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സുഖമായിട്ടും ഒരാൾക്ക് സഞ്ചരിച്ച് അപ്പുറത്തേക്ക് പോകാൻ പാകത്തിനായിട്ട് തന്നെ ഇവിടെ ആ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ഇന്റർലോക്ക് ബ്രിക്സ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഈ ഒരു വശത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മറുഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഒരു വാഹനം കൂടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്, വലിയ വാഹനം തന്നെ സുഖമായിട്ടും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 2 വാഹനം സുഖമായിട്ടും ഈ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ചെറിയൊരു ഗാർഡൻ ഏരിയ ഇവരിവിടെ ഒരുക്കിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഇതെല്ലാം ഒറിജിനൽ ചെടിയ തന്നെയാണ് കേട്ടോ, ഒന്നും പ്ലാസ്റ്റിക് ചെടികളൊന്നും അല്ല. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതൊരു പ്രോജക്റ്റ് ആണ് കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുറേ വീടുകൾ ഇവിടെ നമുക്ക് ഉള്ളത് കാണാം, തൊട്ട് ചേർന്ന് തന്നെ വീടുകളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനകത്തുള്ള വീടുകൾക്കെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ അറ്റം അങ്ങ് താഴത്തായിട്ട് അവിടെ ഒരു കിണറും കൊടുത്തിരിക്കുന്നു. ഇനി ഇത് കൂടാതെ തന്നെ KW വാട്ടർ കണക്ഷൻ ഇവിടെ തൊട്ട് മുൻവശം വരെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ടാണ് മീറ്റർ ബോക്സിന്റെ സ്ഥാനം. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരിക. അപ്പൊ ഇവിടെയായിട്ട് അത്യാവശ്യം സ്പേസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്, വീടും ചുറ്റുമതിലുമായിട്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ടും ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ വീടിന്റെ ചുറ്റും നല്ല ഭംഗിയായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്, ഇന്റർലോക്ക് ബ്രിക്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ ഒരുക്കിയെടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ടിന്റെ സ്ഥാനം. നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റ്സ് ആണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ട് വലിയൊരു സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ട് ആണെന്ന് അവകാശപ്പെടുന്നില്ല. ഇതൊരു പാസേജ് സ്പേസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യാവുന്ന ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ആണ് കൊടുത്തേക്കുന്നത്. നമ്മളുടെ കാർ പോർച്ചിൽ കണ്ട അതേ ഡിസൈൻ ക്ലാഡിംഗ് ടൈലുകളും അതേപോലെ ക്ലാഡിംഗ് സ്റ്റോൺസും ആ ഒരു ഗ്രാനൈറ്റും വെച്ച് തന്നെയാണ് ഈ ഒരു തൂണിനെ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വീട് ഫേസ് ചെയ്യുന്നത് നോർത്ത്, വടക്ക് ദിശയിലേക്കാണ് കേട്ടോ ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ തടികളുടെ കാര്യം പറഞ്ഞാൽ ആഞ്ഞിലി, മഹാഗണി തുടങ്ങിയ മരങ്ങളാണ് ഉപയോഗിച്ചത്. ഈട്ടി ഫിനിഷിന് വേണ്ടി ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ മെയിൻ ഡോറുകൾക്ക് കൊടുത്തേക്കുന്നത്. ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന ഡോറുകളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന ഡോറുകൾ തുറന്നുകൊണ്ട് നമുക്ക് നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് നമ്മളുടെ ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഒറ്റ പാളികളുടെ ജനാല, സാധാരണ ഇതിൽ 2 പാളികളുടെ 3 പാളികളുടെ ഒക്കെ ജനാലകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷെ ഇവിടെ 3 ഒറ്റപ്പാളികളുടെ ജനാല ഈ ഒരു ഭിത്തിയിലും, ഇവിടെയും അതേപോലെ തന്നെ 2 ഒറ്റപ്പാളികളുടെ ജനാലകളുമാണ് കൊടുത്തത്. അതേപോലെ തന്നെ മൾട്ടിവുഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്കുകളെയും ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് നമ്മളുടെ ഒരു കട്ടളയുടെ ഡിസൈൻ അല്ല കേട്ടോ, ഇത് അവർ അഡീഷണൽ ചെയ്തേക്കുന്നതാണ് ഈ ഒരു മൾട്ടിവുഡ് വെച്ചുള്ള ഈ ഒരു ഡിസൈൻ വർക്ക്. അപ്പോൾ ആ ഒരു ജനാലകളുടെ ഡിസൈൻ കൊള്ളാം. ഇവിടെയായിട്ട് നമുക്ക് വലിയ കോർണർ സെറ്റ് ഇടാൻ പറ്റും. ഏകദേശം 3-4 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള കോർണർ സെറ്റീസ് ഇടാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് നമ്മുടെ TV യൂണിറ്റ് ഏരിയ ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ TV യൂണിറ്റ് ഏരിയ സാധാരണഗതിയിൽ കൊടുക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ പകുതി ഭാഗമാണ് കൊടുക്കാറ്. പക്ഷേ ഇവിടെ ഏകദേശം അതിന്റെ 90% ഏരിയയും ആ ഒരു TV യൂണിറ്റിന് വേണ്ടിയിട്ട് അവർ എടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വേറെ കാര്യം ഇവിടെ ചെയ്തേക്കുന്നത്, ഇവിടെ ഫ്ലോറിംഗിൽ ഉപയോഗിക്കുന്ന ആ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു ഫിനിഷിങ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ അതിന്റെ മുകളിലായിട്ട് ഫോട്ടോ ഫ്രെയിംസും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിനുള്ള സ്പേസും നമുക്ക് കിട്ടുന്നു. താഴേക്ക് നമുക്ക് നോക്കിയാൽ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകൾ താഴ്ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്രോകളായിട്ട് മറ്റുമൊക്കെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കാണാം. ഇൻഡോർ പ്ലാന്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വെക്കാൻ പാകത്തിലുള്ള സ്റ്റോറേജ് സ്പേസ് ആ ഒരു വശങ്ങളിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഫ്ലോറിലെ ടൈലുകളിലേക്ക് നോക്കിയാൽ തൂവെള്ള നിറത്തിലുള്ള ടൈലുകളാണ്, അതിനകത്ത് ഗ്രേ നിറത്തിലുള്ള ഡിസൈൻ വർക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ സീലിംഗ് വർക്ക് ഇവിടെ കിട്ടുന്നത് നമുക്ക് കാണാം. പ്രൊഫൈൽ ലൈറ്റുകളെ ഉപയോഗിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു BLDCയുടെ ഫാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. സീലിംഗ് ഫാനിനെ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെ. വാം കളർ ടോണും മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റുകൾ വെച്ചിട്ടാണ് സീലിംഗ് വർക്കിനെ ഒരുക്കിയിരിക്കുന്നത്, അലങ്കരിച്ചിരിക്കുന്നത്. ഇപ്പൊ ജിപ്സം സീലിംഗ് വർക്കുകൾ തന്നെയാണ്. ഇനി ഇവിടെയാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ വരിക. ഡൈനിങ് ഏരിയ നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ ആണ്. കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സാധാരണ ഇത് ലിവിംഗ് ഏരിയയുടെ അത്രയൊന്നും ഡൈനിങ് ഏരിയ സ്പേസ് കിട്ടാറില്ല. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ലിവിംഗ് ഏരിയക്കാൾ കൂടുതൽ സ്പേസ് നമ്മുടെ ഡൈനിങ് ഏരിയക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 6, 8, 10 പേർക്കൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾസ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഭാഗത്തായിട്ട് ഒറ്റപ്പാളികളുടെ 2 ജനാലകൾ ഈ ഒരു വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ടാണ് DBയുടെ സ്ഥാനം. ഈ ഒരു ഭാഗത്തായിട്ടാണ് DBയുടെ സ്ഥാനം വരുന്നത്. സിംഗിൾ ഫേസ് കണക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് പർഗോള നമുക്ക് കാണാം. നമ്മുടെ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ആ ഒരു പർഗോളയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ടും ധാരാളം സ്ലോട്ട്സ് നമുക്ക് കാണാം. എന്തെങ്കിലും ബോട്ടിൽ ആർട്ടുകളോ അത്തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ വെക്കാൻ പാകത്തിനുള്ള സ്പേസ് ആണ്. ഇതെല്ലാം മൾട്ടിവുഡ് കൊണ്ട് ഫ്രെയിം വർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഫ്ലോറിംഗിന്റെ ടൈലുകളിൽ നോക്കാം.
സെയിം നമ്മളുടെ ലിവിംഗ് ഏരിയയിൽ കണ്ട അതേ നിറത്തിലുള്ള ആ ഒരു എന്താ പറയുക വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി സീലിംഗിലേക്ക് നമുക്ക് നോക്കിയാൽ ഇവിടെയും നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതാണ്. പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ആ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്ന സീലിംഗ് ഫാൻ ലൂക്കറിന്റെ BLDC ഫാൻ ആണ് കേട്ടോ. അത് തന്നെയാണ് നമ്മളെ ലിവിംഗിലും നമ്മൾ കണ്ടത്. ആ ലൂക്കറിന്റെ ആ ഒരു BLDC ഫാൻ ആ വാം കളർ ടോണുള്ള LED ലൈറ്റ്സ് വെച്ചുള്ള ഡിസൈൻ വർക്കുകളാണ് ഇവിടെ വരുന്നത് മൊത്തത്തിലായിട്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയറിന്റെ സ്ഥാനം. അതായത് നമ്മളുടെ TV യൂണിറ്റിയുടെ ഏകദേശം ബാക്ക് സൈഡ് ആയിട്ട് വരും ഈ ഒരു സ്റ്റെയറിന്റെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിനോട് ചേർന്നുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷ് ഏരിയ ഇവര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാഷ് ഏരിയ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് ആണ്, സെറയുടെ ആണ് ഈ ഒരു ബേസൺ വരുന്നത്. ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ടൈലുകൾ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ വലിയൊരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള വലിയ മിറർ കൊടുത്തിരിക്കുന്നതാണ്. LED ലൈറ്റും മുകളിലായിട്ട് ഡിസൈൻ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. എല്ലാം മൾട്ടിവുഡ് വെച്ചുള്ള ഡിസൈൻ വർക്കുകളാണ്. ഇനി താഴേക്ക് നമുക്ക് നോക്കിയാൽ താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകളും മൾട്ടിവുഡ് വെച്ചിട്ട് ആ സ്റ്റോറേജ് സ്പേസുകളെയും ചെയ്തിരിക്കുന്നു. ഇനി നമ്മളുടെ സ്റ്റെയറിന്റെ ഈ ഒരു അടിഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കും. മുഴുവൻ മൾട്ടിവുഡ് വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇവിടെയായിട്ട് ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഇതിനുള്ളിലായിട്ട് കൊടുത്തിരിക്കുന്നു. 1 ഇഞ്ച് സ്ഥലത്തെ പോലും വേസ്റ്റേജ് ആക്കാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം. ഓപ്പൺ കിച്ചൺ ആണ്. സാധാരണ ഇതിൽ കാണുന്ന ഓപ്പൺ കിച്ചൺസിന് നമ്മളൊരു സെർവ് ഏരിയ അല്ലെ ഡൈനിങ് ഏരിയയിലേക്കുള്ള ഒരു എൻട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഭാഗമൊന്നും കൊടുത്തിട്ടില്ല. ഒരു കോറിഡോർ മാതിരിയുള്ള ഒരു സ്പേസ് കയറി വരുന്നു കഴിഞ്ഞാൽ ആ ഒരു വാഷ് ഏരിയ കടന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ നമ്മുടെ അടുക്കളയിലേക്കാണ് എത്തുക. അത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന അടുക്കളയാണ്. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയ അടുക്കളയാണ്. 2-3 പേർക്ക് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന വലുപ്പം അടുക്കളയ്ക്കുണ്ട്. L ഷേപ്പിലാണ് ടോപ്പ് വരുന്നത്. ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രേ വരുന്ന ഡിസൈനിലുള്ള ടൈലുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ കബോർഡ് വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ഹാൻഡിലുകളെ നൽകിയിരിക്കുന്നു. ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നു. ഇവിടെയായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം. താഴത്തായിട്ട് ഡ്രോ സിസ്റ്റംസും മറ്റുമൊക്കെ താഴത്ത് നമുക്ക് കിട്ടുന്നു. ആവശ്യം സ്വിച്ച് പോയിന്റുകൾ, ഇൻഡക്ഷൻ കുക്കർ, അതേപോലെ തന്നെ നമുക്ക് മിക്സർ തുടങ്ങിയ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് പോയിന്റുകൾ യഥേഷ്ടം നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലകൾ നമുക്ക് കാണാം. കിഴക്കുന്ന് വരുന്ന സൺലൈറ്റിനെ കൃത്യമായിട്ടും ഈ ഒരു അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് കിട്ടുവാനായിട്ട് ഈ ഒരു ജനാലകൾക്ക് സാധിക്കും. ഇവിടെയായിട്ടാണ് ഹുഡ് ആൻഡ് ഹോബിന്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഹൈഡ്രോളിക് സ്റ്റോപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. ഇനി അടുക്കളയ്ക്കുള്ളിലെയും ഫ്ലോറിംഗിന്റെ ടൈലുകൾ നോക്കുകയാണെങ്കിൽ സെയിം കളർ ടൈലുകൾ തന്നെ. ലിവിംഗിലും ഡൈനിങ്ങിലും നമ്മൾ എന്താണോ കണ്ടത് അത് തന്നെയാണ് ഇവിടെയും കാണാനുള്ളത്. സീലിംഗിലേക്ക് നോക്കിയാൽ ഇവിടെ BLDC ഫാൻ ഒന്നുമല്ല, നോർമൽ ഒരു ഫാനാണ്. പക്ഷെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. ആ ഒരു കൂടുതലും മിൽക്കി വേ തരത്തിലുള്ള LED ലൈറ്റ്സിനെയാണ് അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ധാരാളം വെട്ടം അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് വേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ്. ഇവിടെയായിട്ടാണ് അതിന്റെ പോയിന്റ് വരുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് ഇവിടെയായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് വേണ്ടത്. ഈ ഒരു ഭാഗത്തേക്കാണ് ഡോറ് വരുന്നത്, പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ്. അപ്പൊ ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. നേരെ വരുന്നത് ഇവിടേക്ക് വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസ് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പൊ ഇവിടെ വർക്ക് ഏരിയ സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പൊ ഇവിടെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയ ആക്കാം. വേണമെങ്കിൽ ഇവിടെ അഡീഷണൽ ഒരു ടോപ്പും കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുള്ള സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടും അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ വീഡിയോസിൽ പറയുന്ന പോലെ പച്ചക്കറി തോട്ടത്തിനോ അല്ലെ അത്തരത്തിലുള്ള കാര്യത്തിനൊന്നും മണ്ണ് ഇവിടെ ഇല്ല. പൂർണ്ണമായിട്ടും ഇവര് ഈ ഒരു ബ്രിക്സ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോ ബാഗുകളെയും മറ്റുമൊക്കെ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവഴി നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ആ ഒരു മീറ്റർ ബോക്സ് ഇരുന്ന ആ ഒരു ഭാഗത്തേക്ക് മാറി എത്തുവാനായിട്ടും പറ്റും. ആ ഒരു ഭാഗത്തേക്ക് ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ വീട്ടിൽ മൊത്തം 3 ബെഡ്റൂംസ് ആണ് ഉള്ളത് കേട്ടോ. ഒരെണ്ണം താഴത്തെ നിലയിലും ബാക്കി 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുമായിട്ടാണ് ഇവർ ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നമ്മളുടെ ആ ഒരു വാഷ് ഏരിയയിലോട്ട് പോകുന്ന ആ ഒരു ഇടനാഴിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിനോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ പറഞ്ഞാൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. നമ്മുടെ ബെഡ്റൂമിന്റെ ഡോറിനും ജനാലകൾക്ക് കണ്ട മാതിരി ഉള്ള ഫ്രെയിം വർക്കുകൾ മൾട്ടിവുഡ് വെച്ച് ചെയ്തിരിക്കും. നമുക്ക് കാണാം, കട്ടളയല്ലത്. പിന്നെ റെഡിമെയ്ഡ് സ്കിൻ ഡോർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് കയറാം. കാഴ്ചയിൽ അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് കേട്ടോ ഇത്. നമുക്ക് നീളവും വീതിയും കൃത്യമായിട്ടും ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ നീളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 12.84 അടിയാണ് വരുന്നത്. ഇനി വീതിയുടെ കാര്യം നമുക്ക് നോക്കാം. ഏകദേശം 11.41 146.49 സ്ക്വയർ ഫീറ്റ് ആണ്. 146.49 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 13.609 മീറ്റർ സ്ക്വയർ ആണ്. 13.6
609 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെയായിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല ഇവിടെയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയും നമുക്ക് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാലയാണ്. ഇതിനിടയിൽ ഇവിടെയായിട്ടാണ് നമ്മുടെ ബെഡ് സ്പേസിനുള്ള ആ ഒരു സ്ഥാനം. വലിയ ഫാമിലി കോട്ടുകട്ടിൽ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ബെഡ് സ്വിച്ചുകളെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ടാണ് നമ്മുടെ വാർഡ്രോബിന്റെ സ്ഥാനം. 3 ഡോറുകൾ വരുന്ന വാർഡ്രോബാണ്. മൾട്ടിവുഡ് വെച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബിനെ ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആണ്. ഇനി ഇവിടെയായിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡ്രോകൾ 3 ഡ്രോകളെ ഇവിടെ കൊടുത്തിരിക്കുന്നു. മുകളിലായിട്ട് LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലോറിംഗിന്റെ ടൈലുകളിലേക്ക് നോക്കാം. സെയിം കളർ ടൈലുകൾ തന്നെ ലിവിംഗില്, ഡൈനിങ്ങില്, അടുക്കളയില് നമ്മൾ കണ്ടതെല്ലാം ഈ ടൈലുകൾ തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെ ജിപ്സം സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സിമ്പിൾ ഡിസൈൻ ആണ്. വാം കളറിലുള്ള ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുകളും മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റുകളും വെച്ചിട്ടാണ് ആ ഒരു സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഫാൻ കൊടുത്തിരിക്കുന്നുണ്ടോ, GM-ന്റെ ആണ് സീലിംഗ് ഫാൻ. ഇതാ ഇവിടെയായിട്ടാണ് നമ്മളുടെ ബാത്റൂമിന്റെ സ്ഥാനം. ഫൈബർ ഡോറുകളാണ് ഇവിടെ ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ഒരുപാട് വലുതെന്ന് അവകാശപ്പെടുന്നില്ല. അത്യാവശ്യം മീഡിയം വലുപ്പമുള്ള ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരിക. സെറയുടെ ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, അതിന് തൊട്ട് ചേർന്ന് തന്നെ ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തേക്ക് നമുക്ക് കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ, ലൂക്കറിന്റെ എക്സോസ്റ്റ് ഫാൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മധ്യഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ബാത്ത് ഏരിയ നമുക്ക് കാണാം. സെറയുടെ ആണ് ഫിറ്റിംഗ്സ് വരുന്നത്. അത്യാവശ്യം വലിയ റെയിൻ ഷവറിനെ തന്നെ കൊടുത്തിരിക്കുന്നു. ടൈലുകൾ നോക്കിയേ, ഒരു വലിയ ടൈലുകളെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളെയാണ് ഈ ഒരു ബാത്റൂമിനകത്തായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ടാണ് വാഷ് ബേസിന്റെ സ്ഥാനം. സെറയുടെ ബേസൺ ആണ് ഇവിടെ വരുന്നത്. നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. രൂപയുടെ മിററാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ താഴത്തെ ബെഡ്റൂം പൂർണ്ണമായിട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് സ്റ്റെയറിന്റെ സ്ഥാനം വരുന്നത്. സിറ്റ് ഔട്ടിൽ നമ്മൾ കണ്ട ആ ഒരു ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ പടികൾക്കായിട്ട് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. കൈവരികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പണ്ടുകാലം മുതലേ നമ്മൾ കണ്ടുവരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആ ഒരു സ്ക്വയർ ട്യൂബും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കയറി വരുമ്പോൾ ആദ്യത്തെ ലാൻഡിങ്ങിൽ ഇവിടെയായിട്ട് പർഗോളകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് കിഴക്കുന്ന് വരുന്ന സൺലൈറ്റിന്റെ പകൽ സമയത്ത് ഈ വീടിനുള്ളിലേക്ക് എത്തിക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് വെച്ചിട്ട് സിമ്പിൾ സീലിംഗ് വർക്ക് അവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ, വലിയ എന്താ പറയാ എടുത്തു കാണിക്കുന്ന വലിയ ഡിസൈൻ ഒന്നും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തേക്കാണ്. ഇനി സ്റ്റെയർ കയറി നമ്മൾ നേരെ വന്നിട്ട് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഫാമിലി ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഞെട്ടിച്ച ഒരു കാര്യം, ഇവിടെ ഒരു 3 ബെഡ്റൂമിന്റെ വീടാണെങ്കിൽ കൂടെ നല്ലൊരു ഫാമിലി ലിവിംഗ് ഏരിയ ഇവിടെ നമുക്ക് ഒരുക്കിയിരിക്കും. താഴത്തെ ലിവിംഗ് ഏരിയക്കാൾ നല്ല രീതിയിൽ സ്പേസ് ഇവിടെയുണ്ട്. സെയിം അതേ കണക്ക് തന്നെയാണ് ജനാലകളുടെയൊക്കെ സ്ഥാനം. അതേപോലെ തന്നെ 5 ഒറ്റപ്പാളികളുടെ ജനാലകളാണ് കൊടുത്തേക്കുന്നത്. നോക്കിയേ, TV യൂണിറ്റ് ഏരിയ. താഴത്തെ TV യൂണിറ്റിന് എന്തോരം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അതേ പ്രാധാന്യം തന്നെ നൽകിക്കൊണ്ടാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടും TV യൂണിറ്റ് ഏരിയ ഇവർ ചെയ്തിരിക്കുന്നത്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ധാരാളം കാണാനായിട്ട് പറ്റും. സെയിം ടൈലുകൾ തന്നെയാണ് കേട്ടോ ഇവിടെയും ഫ്ലോറിങ്ങിൽ കൊടുത്തേക്കുന്നത്. സെയിം ഡിസൈൻ ടൈലുകൾ തന്നെ. അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കിയേ, സീലിംഗ് വർക്ക്, സിമ്പിൾ ഡിസൈൻ സീലിംഗ് വർക്കാണ്. GM-ന്റെ ഒരു ഫാനും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെയായിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് കേട്ടോ. അപ്പൊ ഈ ഡോർ തുറന്ന് നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മളുടെ ബാൽക്കണിയുടെ സ്ഥാനം. നല്ല സ്പേഷ്യസ് ആയ ബാൽക്കണി. താഴത്ത് സിറ്റ് ഔട്ട് ഇല്ല എന്നുള്ള വിഷമം നമുക്ക് ഈ ഒരു ബാൽക്കണി വരുമ്പോൾ നമുക്ക് മാറിക്കണം. കാരണം ഒന്ന് ഇറങ്ങിയിരിക്കണമെങ്കിലോ അല്പനേരം കാറ്റൊക്കെ കൊണ്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബാൽക്കണി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കൈവരികളുടെ കാര്യം നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബും ടഫൻ ഗ്ലാസുകളുമാണ് ഇവിടെ കൈവരികൾക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ബാൽക്കണിയിൽ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ആ ഒരു സീലിംഗ് വർക്കും സ്ക്വയർ ട്യൂബിന്റെ ഡിസൈൻ വർക്കുകളും ഒക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. വാം കളർ ടോണിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്, എന്താ പറയാ പ്രൊഫൈൽ ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ താഴത്ത് നമ്മളുടെ സിറ്റ് ഔട്ടിലും അതാണ് കാർ പോർച്ചിലും നമ്മൾ കണ്ടിരുന്ന സെയിം ക്ലാഡിംഗ് സ്റ്റോൺസും അതേപോലെ തന്നെ ആ ഒരു ഗ്രാനൈറ്റും വെച്ചുള്ള ഡിസൈൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഇവിടെ 2 ബെഡ്റൂമുകൾ കൂടെ നമുക്ക് ഇനി മുകളിലത്തെ നിലയിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ നേരെ സ്റ്റെയർ കയറി വന്ന ഭാഗത്തായിട്ട് ഇവിടേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് മുകളിലത്തെ DB-യുടെ സ്ഥാനം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ഇനി ഇവിടെ മാറി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് 2 വശങ്ങളിലേക്കും ആയിട്ട് 2 ബെഡ്റൂമുകളുടെ സ്ഥാനമാണ്. നമുക്ക് ആദ്യം ഈ സൈഡിലെ ബെഡ്റൂമിലേക്ക് പോവാം. താഴത്ത് നമ്മൾ കണ്ട ബെഡ്റൂമിന്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഏകദേശം ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് നീളവും വീതിയും കൃത്യമായിട്ടും ഒന്ന് നോക്കാം. അപ്പോൾ ഏകദേശം നീളത്തിന്റെ കാര്യം വരുന്നത് 12.95 അടിയാണ് നീളം വരുന്നത്. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 10.48 135.78 സ്ക്വയർ ഫീറ്റ് ആണ്. 135.78 സ്ക്വയർ ഫീറ്റ് ആണ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 12.614 മീറ്റർ സ്ക്വയർ ആണ്. 12.614 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം.
ഇവിടെയും 2 പാളികളുടെ ജനാലകൾ നൽകിയിരിക്കും, നമുക്ക് കാണാൻ പറ്റും ഒറ്റപ്പാളികളുടെ. ഇതേപോലെ ഇവിടെയും 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബെഡ് സ്പേസ്, വലിയ ഫാമിലി കൂട്ടുകെട്ടിൽ നമുക്ക് വിടാം. ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം, ഇവിടെയായിട്ട് വാർഡ്രോബ്. താഴത്തെ ബെഡ്റൂമിൽ നമ്മൾ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരുന്നത്, വലിയ ഡിസൈൻ വ്യത്യാസമൊന്നുമില്ല. ഇനി സീലിംഗിലേക്ക് നോക്കാം. ഇവിടെയും ചെറിയൊരു സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു. GMന്റെ സീലിംഗ് ഫാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. ഫൈബർ ഡോറുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സെയിം താഴത്തെ അതേ വലുപ്പം തന്നെയാണ് ഈ ഒരു ബാത്റൂമിന്. ഇവിടെയായിട്ട് നോക്കാം, നമുക്ക് ക്ലോസറ്റ് ഏരിയ, സെറയുടെ ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, അതിനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഹീറ്ററിനുള്ള പോയിന്റ് കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ ലൂക്കറിന് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ മാറ്റ് ഫിനിഷ് ആയ ടൈലുകളല്ല കേട്ടോ, ഒരു ഗ്ലോസി ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇനി ഫിറ്റിംഗ്സിന്റെ ആ ഒരു ഡിസൈനും മറ്റും നമുക്ക് മാറിയിട്ടുണ്ട്. സെറയുടെ തന്നെയാണ് ഫിറ്റിംഗ്സ്. അത്രയും വലിയ റെയിൻ ഷവർ അല്ല, ഇവിടെ ചെറിയ റെയിൻ ഷവർ ആണ് വരുന്നത്. ഇങ്ങനെ അറ്റത്തായിട്ട് ഇവിടെ വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. സെറയുടെ തന്നെ ബേസൺ, മിററും LED ലൈറ്റിനെയും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിനുള്ളിലേക്കാണ് നമുക്ക് പ്രവേശിക്കുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഡോർ തുറന്നാൽ നമുക്ക് ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറാം. ഈ ബെഡ്റൂമും കാഴ്ചയിൽ അത്യാവശ്യം വലിപ്പം തോന്നിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. നീളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 12.98 അടിയാണ് നീളം വരുന്നത്. വീതിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 10.41 അടിയാണ്. 135.03 സ്ക്വയർ ഫീറ്റ് ആണ്. 135.03 മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയറിലേക്ക് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് ആണ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 12.545 മീറ്റർ സ്ക്വയർ ആണ്. 12.545 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഈ ഇവിടെയും നോക്കിയ ബെഡ്റൂമിന്റെ ആ ജനാലകൾ, ഇവിടെ 2 പാളികളുടെ ഒറ്റപ്പാളികളുടെ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ 2 ഒറ്റപ്പാളികളുടെ ജനാല. ഇവിടെയാണ് ബെഡ് സ്വിച്ചിന്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ബെഡ് സ്പേസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാനായിട്ട് പറ്റും. ഇവിടെയാണ് വാർഡ്രോബിന്റെ സ്ഥാനം. എല്ലാ ബെഡ്റൂംസിന്റെയും വാർഡ്രോബ് ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ്, ഫുള്ള് മൾട്ടിവുഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് മിററും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഫ്ലോറിലും ഉപയോഗിച്ചിരിക്കുന്നത്, ഡിസൈനിൽ വ്യത്യാസമില്ല. സീലിംഗിലേക്ക് നോക്കിയാൽ എല്ലാ ബെഡ്റൂമിന്റെയും സീലിംഗിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസിൽ അവർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. GMന്റെ ഒരു സീലിംഗ് ഫാനും കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നമുക്ക് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ഫൈബർ ഡോറുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാത്റൂം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബാത്റൂം ഇത് തന്നെയായിരിക്കും. ഈ ഒരു ബാത്റൂമിന്റെ ക്രമീകരണത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ക്ലോസറ്റ് ഏരിയ നമുക്ക് നോക്കിയാൽ ആ ഒരു ക്ലോസറ്റിന്റെ അറേഞ്ച്മെന്റ് വേറെ തിരിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെറയുടെയാണ് ക്ലോസറ്റ് സെറ്റ്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, തൊട്ട് ചേർന്ന് തന്നെ ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ ലൂക്കറിന്റെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. സെൻട്രലായിട്ടാണ് നമ്മളുടെ ബാത്ത് ഏരിയ വരിക. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ്. താഴത്തെ ഫിറ്റിംഗ്സ് അല്ല, മുകളിലത്തെ 2 ബാത്റൂമുകൾക്ക് കൊടുത്തേക്കുന്നത്. ചെറിയൊരു റെയിൻ ഷവറിനെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഗ്ലോസി ഫിനിഷോട് കൂടിയ ടൈലുകളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു ബീജ് നിറത്തിലുള്ള ടൈലുകളെയാണ് ഈ ഒരു ബാത്റൂമിനകത്തായിട്ട് ഇവർ നൽകിയിട്ടുള്ളത്. ലാസ്റ്റ് പോർഷനായിട്ട് സെറയുടെ വാഷ് ബേസും നമുക്ക് കാണാം. മുകളിലായിട്ട് മിററും LED ലൈറ്റിനെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ സ്റ്റെയർ കയറി വരുന്ന ഭാഗം ഇതാണ്. അതിനോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്ന് നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങാം. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ2 എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇതൊരു കറക്റ്റ് ഒരു റൂം കണക്കെ ഒരു സ്പേസ് ആണ് കേട്ടോ. സാധാരണഗതിയിൽ ഷീറ്റ് ഇട്ടെടുത്തേക്കുന്ന ഒരു സ്പേസ് അല്ല, ഒരു റൂം കണക്കെ ഉള്ള ഒരു സ്പേസ് തന്നെ. അവിടെ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നല്ല വിൻഡോസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. സ്ക്വയർ ട്യൂബിലാണ് ഈ ഒരു വിൻഡോസിനെ തയ്യാറാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് ഡംപ് ചെയ്ത സാധനങ്ങൾ, പഴയ സാധനങ്ങളോ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ നമ്മുടെ പഴയ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ, വേസ്റ്റ് വന്ന സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള അല്ല അത്തരത്തിലുള്ള സാധനങ്ങളെ വെക്കാനുള്ള സ്പേസ് അവിടെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നു. ഇനി ഇവിടെയായിട്ട് നമുക്ക് ഡോർ കൊടുത്തേക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെറസിലേക്ക് പോകാനുള്ള സ്പേസ് ആണ്. ഈ ഒരു സ്ഥലം കാണിച്ചില്ല, ഒരു സ്ഥലം ഞങ്ങൾ മിസ് ചെയ്യും. ഇവിടെ ആയിട്ട് നമുക്ക് ലോണ്ടറി സ്പേസ് കേട്ടോ. നമുക്ക് വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ അവിടെ ആയിട്ട് വെക്കാം. ഇനി നമുക്ക് ടെറസിലേക്ക് കയറാം. അപ്പോൾ ടെറസിലേക്ക് കയറാനായിട്ട് ഇതുവഴിയായിട്ടാണ് സ്റ്റെയറിന്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ GAയുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റെയറിനെ കൊടുത്തിരിക്കുന്നത്. സൺഷൈഡിന് മുകളിലൂടെ ആയിട്ടാണ് ഇവര് ഈ ഒരു സ്റ്റെയറിനെ പണിതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റെയർ കയറി നമ്മൾ നേരെ നമ്മളുടെ ടെറസിന്റെ മുകളിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ടെറസിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനോട് തൊട്ട് ചേർന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട് അടുത്തായിട്ട് കുറേ വില്ലകളുണ്ടെന്നുള്ള കാര്യം.
പണികൾ പൂർണ്ണമായി കിടക്കുകയാണ്. കുറേ വില്ലകൾ തീരാറായി. ഏകദേശം പ്രൈസൊക്കെ ഇതിനോട് അടുത്ത് തന്നെ പ്രൈസ് ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെയായിട്ട് ഒരു വാട്ടർ ടാങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണെന്നും താഴത്തായുള്ള പ്രദേശങ്ങൾ നമുക്ക് ആ ഭാഗങ്ങളിലായിട്ട് കാണാം. അവിടെ ദൂരെയായിട്ട് ഫ്ലാറ്റുകളും മറ്റുമൊക്കെ കാക്കനാടത്തെ ഫ്ലാറ്റുകളും മറ്റുമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വീടിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ട് അവർ ചെയ്തേക്കുന്ന ആ ഒരു സ്ലോപ്പിൽ ചെയ്തേക്കുന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെയായിട്ട് നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ഈ ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ മുഴുവൻ കാഴ്ചകൾ. ഇനി നമുക്കറിയേണ്ടത് ഈ വീടിൻ്റെ വില എന്താണെന്നുള്ള കാര്യമാണ്. വിലയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ഈ വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. 3.25 സെന്റിനകത്തായിട്ട് 1750 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുള്ള വീടാണ്. ഇതിനകത്ത് 3 ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആണ്. എല്ലാം 135+ സ്ക്വയർ ഫീറ്റുള്ള വലിയ ബെഡ്റൂംസ് തന്നെയാണ് വരുന്നത്. നമുക്ക് 2 ലിവിങ് ഏരിയകൾ കിട്ടുന്നു. താഴത്തെ മുകളിലുമായിട്ട് 2 ലിവിങ് ഏരിയകളും കിട്ടുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് നല്ല സ്പേഷ്യസ് ആയ വീടാണ്. പിന്നെ വേറൊരു കാര്യം, ടാർ റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഈ ഒരു വീടിന് കിട്ടുന്നു. അത് തീർച്ചയായിട്ടും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ. ഇനി പ്രൈസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 12.5 ലക്ഷം രൂപയോളം ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അതായത് ഈ വീടിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 63 ലക്ഷം രൂപയാണ്. അതിന്റെ 80% നമുക്ക് ഹോം ലോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ ഹോം ലോൺസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പറും സെപ്പറേറ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ ഈ വീട് വാങ്ങിക്കാനുള്ള ആളുടെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാം. അതേപോലെ തന്നെ വാട്സപ്പിന്റെ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ യഥാക്രമം നൽകിയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ഈ ഒരു പ്രൈസ് നിങ്ങൾ കണ്ടു, നേരിട്ട് ഈ വീട് വന്ന് കാണുക, സ്ഥലങ്ങൾ വന്ന് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക, എന്നിട്ട് മാത്രം നല്ല ഡീലിലേക്ക് എത്തിച്ചേരുക. അതേപോലെ തന്നെ ബാർഗെയിൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പിന്നെ നിങ്ങളുടെ ഫിനാൻസിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങളുടെ ഡോക്യുമെന്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാൻ ആ കണ്ട നമ്പറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും സൗജന്യമായിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഇതേപോലെ നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കൽ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്യും. 360stardeal@gmail.com എന്ന മെയിൽ ഐ ഡിയിൽ മെയിൽ അയക്കാം. അതുപോലെ ചാനലിലെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ഡീലുകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.